ഏട്ടാ ഏട്ടാ ആ ഒന്നുകൂടെ വരൂ. എന്താ എന്താ ഇത് അവർക്കെന്താ സംസാരിക്കാണ്ട് ഇത്രേ. സംസാരിക്കാനോ? വന്നിട്ട് പോടാ. ഏതു നേരം പറമ്പിലാണല്ലേ മൂപ്പര്. അതുകൊണ്ടാവും അന്തസ്സായിട്ട് ജീവിക്കണം. സത്യശീല ഓ ഇതൊക്കെയാണ് മോനെ. അതെ എന്താ അതെ മാഷേ ഈ ആവശ്യം നിങ്ങളല്ലേ, നിങ്ങൾ പറയേ. മതിയോ? അതെ പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാലോ. ഓ അറിയാലോ. അപ്പോ ഈ പെരേന്നൊരു സ്ഥാനാർത്ഥി വേണമെന്ന് നമ്മുടെ പാർട്ടിക്ക് ഒരു ആഗ്രഹമുണ്ട്. അച്ഛന് പോയി വയസ്സുകാലത്ത് ഒന്നും ശരിയാവില്ല. അല്ല അച്ഛനല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. അല്ല ഇനിയിപ്പോ ഇവനിപ്പോ അതിന് സമയം ഉണ്ടാവും ഉണ്ടാവൂടാ. അച്ഛനും അനിയനല്ലേ, നമ്മൾ സത്യശീലാണ് ഉദ്ദേശിക്കുന്നത്. ആ പിന്നെ അതൊക്കെ നടക്കും. അതെന്താണ് എന്ത് ഭ്രാന്തം പോയതൊക്കെ നിങ്ങൾ പറയണേ? ഞാനൊന്നും ഒന്നും ശരിയാവില്ല. അങ്ങോട്ട് നോക്കി, ഈ മാഷ മോനാന്നുള്ള ഒറ്റ പേര് മതി നിങ്ങൾക്ക് വിജയിക്കാൻ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഈ വാഴയും കൃഷിയൊക്കെ ആരാ നോക്കുക? അത് ഉണ്ണി നോക്കിക്കോളൂ അല്ലേ ഉണ്ണിയെ? എന്ന് പറഞ്ഞിട്ട് വെറുതെ നോക്കിയിട്ട് കാര്യമില്ല. അതൊക്കെ നല്ല അധ്വാനമുള്ള പണിയാ. അതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് പാർട്ടിക്കാർക്ക് പറ്റുമോ? ഇതിപ്പോ പാർട്ടിന്റെ ഒരു ആവശ്യമായി പോയി നിങ്ങളൊരാൾ നിക്കാന്നുള്ളത്. അല്ല പാർട്ടിയിലിപ്പോ ജനസമ്മതി ഉള്ള ഒരാൾ വേണോ? അപ്പൊ നിങ്ങളുടെ പാർട്ടിയിലില്ലേ? ഇല്ലേന്ന് ചോദിച്ചാ ഇല്ല. അതാണിപ്പോ കാര്യേ. പാർട്ടി ഇവിടെ ജയിച്ചു കഴിഞ്ഞാല് പാർട്ടിന്റെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് കാർഷിക മേഖലയിലുള്ള ഒരു വിപ്ലവമാണ്. അതെ ഇവിടെ ആരും കൃഷി ചെയ്യേണ്ടതല്ല. ഇവിടെ പൂഴിക്കുന്നത്തെ ഗോപാലല്ലടാ. ഓൻ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ഓൻ ഏക്കറ കണക്കിന് കൃഷി ചെയ്യുന്നുണ്ട്. ഓനും ഓന്റെ ഭാര്യയ്ക്കും ഓന്റെ കുട്ടിക്കും കഴിക്കാനുള്ള പച്ചക്കറി ഉണ്ടല്ലോ, അത് മാത്രം വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കും. ബാക്കി വരുന്നതില് വിൽക്കാനുള്ളതില് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിയിൽ അടിക്കണ വിഷത്തേക്കാൾ കൂടുതലുള്ള വിഷം അടിക്കും. പയറൊക്കെ ഈ വലുപ്പമാണ്. അതുപോലുള്ള ആളുകളല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. സത്യസന്ധമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കണം. ആ രംഗത്താണ് വിപ്ലവം വേണ്ടത്. അങ്ങനെയുള്ള സത്യസന്ധതയുള്ള ഒരു കർഷകനാണ് സത്യശീലൻ. അല്ല മാഷേ, ഈ മോനല്ലേ എന്തോ ഒരു അവാർഡ് കിട്ടിയത്? കർഷകശ്രീ. ഇതിപ്പോ മാഷേ നമ്മളെ ഭാഷയെ പറഞ്ഞാലേ ഈ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരു ദിവസം വന്ന പോലെയായി. അതായത് കർഷകശ്രീ അവാർഡ് കിട്ടിയ മോൻ മാഷ മോൻ എന്നുള്ള പേരും ഈ ഒരു ഒറ്റ കാര്യം മതി LDPന്റെ സ്ഥാനാർത്ഥിയായിട്ട് സത്യശീല ഇവിടെ വിജയിക്കാൻ. അതെ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് മൈദുക്ക. പക്ഷെ എന്നാലും അത് വേണ്ട. സത്യശീല അത് പറയരുത്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് അല്ല കാര്യമായിട്ട് പറയാം. അത് പാർട്ടിയുടെ ഒരു തീരുമാനമാണ്. അത് ഏട്ടാ നിക്കും, നമുക്ക് നോക്കാന്നേ. അച്ഛാ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്ക്. കണ്ടോ മാഷ് പച്ച ലൈറ്റ് ഇട്ട് അവന് പെരക്കാരെ വിളിച്ചൊന്ന് വിവരം പറഞ്ഞാളി. അച്ഛാ ഒന്ന് പറയാം. ഒന്ന് വരൂ. സത്യശീലാക്കി വിഷമിക്കണ്ടോ, നമ്മളൊക്കെ ഉണ്ട് എന്റെ കൂടെ, ഇനി ഒറ്റക്കല്ല. വരി. അതെ വിവരം അറിഞ്ഞോ? നിങ്ങളെ കെട്ടിയവനാണ് ഇപ്രാവശ്യം നമ്മുടെ സ്ഥാനാർത്ഥി. ജയിച്ചിട്ട് എന്താണോ സത്യശീലൻ ജയിച്ചിട്ട് ഇവിടെ എന്താണ് നമ്മൾ കാട്ടിത്തരാം എന്തൊക്കെയാ നടക്കാൻ പോണത്. അപ്പൊ മാഷെ എല്ലാം തീരുമാനമായി. LDPന്റെ ഈ വാർഡിലെ സ്ഥാനാർത്ഥി സത്യശീലൻ. മറിമായം